കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാടകീയമായിട്ടുള്ള പല നീക്കങ്ങളുമാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ജനരോഷം എതിരാണ് എന്ന് മനസ്സിലാക്കുന്നതോടെ വി സതീഷിന് വേണ്ടി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയതോടുകൂടി അല്പം കെ വേണുഗോപാലിനോട് പിറകോട്ട് പോകാൻ ചില കേന്ദ്രങ്ങളൊക്കെ ഉപദേശിച്ചു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ആ പ്രകടനങ്ങൾ അതിര് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഈവൻ മാനേജ്മെന്റ് ടീം പോലെ ചില പ്രവർത്തകർ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ടോ എന്ന സംശയം വി സതീശൻ്റെ പിറകിൽ അതിനായി ചില ഗ്രൂപ്പുകളുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന തരത്തിലേക്ക് ചില നിലപാടുകൾ കേന്ദ്ര നേതാക്കൾക്ക് വ്യക്തമായി തുടങ്ങുന്നുണ്ട് എന്ന ചില വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ ഇനി ഈ വാദത്തിൽ നിന്ന് പിറകോട്ട് പോവേണ്ടതില്ല, ശക്തമായി തനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന ക്ലെയിമിൽ ഉറച്ചു നിൽക്കാൻ വേണുഗോപാൽ പക്ഷം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നയിച്ച ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രാത്രി കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി സതീശനും എത്തിയിരുന്നു. ഈ മൂന്ന് പേരും ഒരേ വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. വ്യത്യസ്ത സമയങ്ങളിലാണ് ഇവർ കേരള ഹൗസിലേക്ക് എത്തുന്നത്. ആദ്യം വി സതീശൻ രാത്രിയോടുകൂടി എത്തുകയാണ്. രാത്രി ഏകദേശം ഒരു 7 മണിക്കാണ് അവർ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നത്. 3 മണിക്കൂർ യാത്രകൾക്ക് ശേഷം ഏകദേശം ഒരു 11 മണിയോടുകൂടി ഇവർ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം എത്തുന്ന വി സതീശനെ കാറിൽ നിന്ന് സ്വീകരിക്കാൻ പൂച്ചെണ്ടുകളുമായി അവിടെ കൂടി നിൽക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നില്ല, മറിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MSFന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSFന്റെ പ്രവർത്തകരായിരുന്നു അവർ എന്ന രീതിയിലാണ് ചില വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വിഡിക്ക് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി വി സതീഷിനെ സ്വീകരിക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയൊരു സ്വീകരണമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും കേരളത്തിലും കോൺഗ്രസിൻ്റെയും കുറച്ചൊക്കെ UDFലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എണ്ണപ്പെട്ട ചില ആളുകൾ മാത്രം, ചില ഭാരവാഹികളൊക്കെ അതിൽ പങ്കെടുത്തുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊരു പൊതുവികാരത്തിൻ്റെ ഭാഗമായി എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ വി സതീശനെ അവർ സ്വീകരിച്ചതിലും അതിൽ പ്രത്യേക അത്ഭുതങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് MSFന്റെ നല്ല ഒരു വിദ്യാർത്ഥി വിങ് വിവിധ ക്യാമ്പസുകളിലായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു കൂട്ടായ്മയും അവിടെയുണ്ട്. എന്നാൽ പ്രശ്നം അവിടെയല്ല. രണ്ടാമതായിട്ട് സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ KPCC അധ്യക്ഷന് അഭിവാദ്യമല്ല, മറിച്ച് രോഷപ്രകടനത്തോടു കൂടിയുള്ള മുദ്രാവാക്യമാണ് അവിടെ മുഴങ്ങുന്നത്. അതിന് പിറകിലും ഇതേ MSFന്റെ ഇതേ ടീം തന്നെയാണ് എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് NSUI ആണ്, അഥവാ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ആണ്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി ഈ സംഘടന ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും അവർക്ക് അതിൽ വലിയ രോഷവുമുണ്ട്. MSFന്റെ പ്രവർത്തകർ തങ്ങളുടെ അധ്യക്ഷനെ എങ്ങനെയാണ് മുദ്രാവാക്യം വിളിക്കുക എന്ന തരത്തിലുള്ള ഒരു ചോദ്യം NSUIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ പരിശോധനകൾ നടത്തുമെന്നും കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തല കേരള ഹൗസിലേക്ക് എത്തും എന്ന് പറയുകയും കേരള ഹൗസിൽ റൂം ബുക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിഷേധ പ്രകടനങ്ങളും അതോടൊപ്പം അഭിവാദ്യ പ്രകടനങ്ങളും ഒക്കെ കണ്ട് അദ്ദേഹം അവിടേക്ക് എത്തിയില്ല എന്നാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിവരം. കോൺഗ്രസിന്റെ സംഘടനാ തലത്തിലും ഈ ഒരു പ്രതിഷേധവും ഈ ഒരു അഭിവാദ്യ പ്രകടനവും ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പല ചാനൽ ഡിബേറ്റുകളിലും മറ്റുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ഒരു പ്രശ്നം മുന്നണി രാഷ്ട്രീയത്തിൽ ലീഗ് കോൺഗ്രസ് ഒരു പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിട്ട് കൂടി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും നമ്മളിവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന്
ഒരു മുദ്രാവാക്യം കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിൽ വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊരു വൈകാരിക പ്രകടനമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം 10-20ഓളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ മാർച്ചുകളായിട്ട് പ്രതിഷേധ പ്രകടനങ്ങളായിട്ടൊക്കെ സംഘടിപ്പിക്കുന്നത് കണ്ടു. കണ്ണേക്കരയിലെ VDSA എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം ചിലയിടങ്ങളിൽ പോസ്റ്റർ കീറുന്നതിലേക്കും മറ്റുമൊക്കെ കരിയോയിൽ ഒഴിക്കുന്ന തരത്തിലേക്കും ഒക്കെ നടന്നു. അതൊക്കെ ഒരു വൈകാരിക പ്രകടനമാണ്. എന്നാൽ അത് തങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ പോഷക സംഘടനകളും മുന്നണിയിലെ മറ്റ് പാർട്ടികളൊന്നും ഇടപെടേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ MSFന്റെ പ്രകടനം അതിരുവിട്ടതാണ് എന്നും മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണ് എന്നുമാണ് NSUI വിലയിരുത്തുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണ് മറ്റ് നേതാക്കളെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും ഒക്കെ അനുകൂലിക്കുന്ന മറ്റ് നേതാക്കൾക്കും എല്ലാം ഉള്ളത്. ഇന്ന് ഇപ്പോൾ MP-മാർ മത്സരിക്കേണ്ട എന്ന ആദ്യം തീരുമാനം കൈക്കൊണ്ടത് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ച് രംഗത്ത് വരുന്നതിൽ അനൗചിത്യമുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ എതിർക്കുന്ന ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ KC വേണുഗോപാലിന് പിന്മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുവാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. മുൻപ് ഒരു കാര്യത്തിൽ ഒരു വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു, KCക്ക് എന്തുകൊണ്ടോ വി.ഡി. സതീശനോട് ഇപ്പോൾ മാത്രമല്ല മുൻപും താല്പര്യമില്ല, അതിപ്പോഴും താല്പര്യമില്ല. ആ താല്പര്യക്കുറവ് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന്റെ ഒരു സമ്മർദ്ദവും ഹൈക്കമാൻഡിന്റെ നിലപാടുമൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളാണ് ഇവിടെ ഏറെ ഉള്ളത് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായം ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരുടെ മുൻപാകെ തന്നെ വെച്ചിരുന്നു. പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്നും ഇക്കാര്യം തെരുവിലേക്ക് വലിച്ചിഴക്കരുത് എന്നുമൊക്കെ മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തി. നാളെയെങ്കിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ 3 പേരെയും ഇവിടേക്ക് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന് KC വേണുഗോപാൽ അവിടെയുണ്ട്. ഈ 4 പേരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇവരെ അറിയിക്കും. ആ തീരുമാനത്തിന് അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നേതാക്കൾ അവിടെ വിളിച്ചു വരുത്തി അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റു കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിലേക്കാണ് എല്ലാ ഘടകകക്ഷികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അനൗദ്യോഗികമായ ആലോചനകളൊക്കെ ഇത് സംബന്ധിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതുണ്ട്. അത് മന്ത്രിമാർ ആര് എന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് സ്ഥാനം ലഭിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുള്ളപ്പോൾ ആ 2 പേർക്ക് സ്ഥാനങ്ങൾ നഷ്ടമാകും. അങ്ങനെയെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനവും പ്രധാന വകുപ്പും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ അനുനയിപ്പിക്കുന്ന ഒരു തീരുമാനമാകും. അതേസമയം തന്നെ ഇവിടെ മറ്റു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഒരു വികാരം വി.ഡി. സതീശന് എന്ന തരത്തിലേക്ക് സതീശൻ ഗ്രൂപ്പ് വാദിക്കുമ്പോൾ തന്നെ ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ കയ്യിലെ പേപ്പറിൽ എഴുതി ലീക്കൗട്ടായ ചില പേരുകൾ ചില MLA-മാരുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് T. സിദ്ദീഖ്, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പേരുകളിൽ T. സിദ്ദീഖ് ഉൾപ്പെടെ മന്ത്രിസ്ഥാനത്തിന് പറയപ്പെട്ടതാണ്. ഇനി വി.ഡി. സതീശനൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ സുപ്രധാന വകുപ്പുകളിൽ നിന്നൊക്കെ തന്നെ T. സിദ്ദീഖിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് തട്ടിമാറ്റപ്പെടുമോ എന്ന ഒരു ആവലാതി കൂടി ഈ സിദ്ദീഖിനെയൊക്കെ പിന്തുണക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ ഈ നിലപാടിൽ കടുത്ത അമർഷത്തിലാണ് എന്നതും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന ഒരു നിലപാട് തന്നെയാണ് MLA-മാർക്കും അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്കും എല്ലാവർക്കും ഉള്ളത്. ബംഗാളിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ TVKയുടെ നേതൃത്വത്തിൽ
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ തർക്കങ്ങളില്ല, മറിച്ച് ഗവർണറുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കേരളത്തിൽ ഈ തർക്കം പരിഹരിക്കാൻ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഗവർണറെ കണ്ട് കത്ത് കൊടുക്കേണ്ടതുണ്ട്, പിന്തുണ ലിസ്റ്റ് അറിയിക്കേണ്ടതുണ്ട്, അത് പ്രകാരം സത്യപ്രതിജ്ഞാ ചടങ്ങ് സംവിധാനിക്കേണ്ടതുണ്ട്, മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതുണ്ട്, വകുപ്പുകൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇനി മുഖ്യമന്ത്രി ചർച്ച മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിലെ തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി മന്ത്രിമാർ, കോൺഗ്രസിന് പറയപ്പെടുന്നത് പ്രകാരം 11-12 മന്ത്രിമാരും ചീഫ് വിപ്പും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ഉണ്ടാകും. ഇതിലൊക്കെ ആര് എന്ന തീരുമാനം വരുമ്പോൾ, ആ തീരുമാനത്തിന്റെ പ്രഖ്യാപനം കൂടി പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കണ്ടതിനേക്കാൾ വലിയൊരു തർക്കവും അടിപിടിയും കോൺഗ്രസിനകത്ത് കാണുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത ഒന്നാണ്. ഇനി അതും കൂടിയൊക്കെ പരിഹരിച്ച് വരുമ്പോഴേക്കുള്ള സമയദൈർഘ്യം അത് വോട്ട് ചെയ്ത് ആവേശത്തോടു കൂടി കോൺഗ്രസിനെയും UDF-നെയും വിജയിപ്പിച്ച പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്ന ഒന്നാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തോൽവിയുടെ ജാള്യതയിൽ നിൽക്കുകയായിരുന്ന LDF-ന്റെ പ്രത്യേകിച്ച് CPM-ന്റെ പ്രവർത്തകരും സൈബർ പടയുമൊക്കെ ഇപ്പോൾ പൂർവാധികം ആവേശത്തോടു കൂടി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. തോൽവി ഒരു സാധാരണ തോൽവിയായിട്ട് അവർ വിലയിരുത്തിയിട്ടുണ്ട്. 10 വർഷം തങ്ങൾ ഭരിച്ചില്ലേ, ഇനി പ്രതിപക്ഷത്തിരുന്ന് പാർട്ടിയെ തെറ്റുകളൊക്കെ തിരുത്തി ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൽ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, ഇവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ഇനി ഭരണവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന തരത്തിലൊക്കെയുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇടതുപക്ഷം പോകുന്നു. ഏതായിരുന്നാലും കോൺഗ്രസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഭരണത്തിന്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെ ഒരു ആവേശമൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. അതിനിടക്കാണ് മുന്നണി മര്യാദകൾ പാലിക്കാതെ MSF പോലെയുള്ള സംഘടനകൾ കോൺഗ്രസിന്റെ നേതാവിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന ആരോപണം NSUI ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതൊക്കെ ചർച്ചയാകും. അത് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് കൂടി മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.